ഓം ശാന്തി. ഞാൻ സൂക്ഷ്മവതനത്തിൽ എൻ്റെ ഫരിസ്താരൂപത്തിൽ ബാപ്പദാദയുടെ സന്മുഖത്തിലാണ്. ഞാൻ ബാപ്പദാദയുടെ ശക്തിശാലി ദൃഷ്ടി സ്വീകരിക്കുന്നു. തൻ്റെ സർവശക്തികളാൽ ബാബ എന്നെ ചാർജ് ചെയ്യുന്നു. ബാപ്പദാദയുടെ അവ്യക്ത വചനം ഞാനിപ്പോൾ കേൾക്കുകയാണ്. കുട്ടി, നീ ഈ മനുഷ്യ സൃഷ്ടി രൂപി കൽപ്പവൃക്ഷത്തിൻ്റെ പൂർവജനാണ്. ഈ മുഴുവൻ കൽപ്പവൃക്ഷത്തിനും സകാശ് നൽകി അതിൻ്റെ പാലന ചെയ്യുന്നു. ഞാൻ ഫരിസ്ത മനുഷ്യ സൃഷ്ടിയുടെ പൂർവജനാണെന്ന ലഹരിയിലിരിക്കുന്നു. കൽപ്പവൃക്ഷത്തിൻ്റെ വേരുകളിലിരിക്കുന്നു. കീഴെ മുഴുവൻ മനുഷ്യ സൃഷ്ടി കൽപ്പവൃക്ഷം പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഞാൻ പൂർവജ ആത്മാവിന് എത്ര വലിയ ഉത്തരവാദിത്വമാണ്. എൻ്റെ ഓരോ സങ്കല്പത്തിൻ്റെ വൈബ്രേഷനും കൽപ്പവൃക്ഷത്തിൻ്റെ ഓരോ ഇലകളിലും എത്തുന്നു. എൻ്റെ ശ്രേഷ്ഠാവസ്ഥ, എൻ്റെ സമാനയുക്ത വിചാരം മുഴുവൻ കൽപ്പവൃക്ഷത്തിനും ശ്രേഷ്ഠ വൈബ്രേഷൻ നൽകുന്നു. സർവ ആത്മാക്കളുടെയും ദൃഷ്ടി ഇപ്പോൾ പൂർവജനായ എന്നിലാണ്. സർവ അശാന്ത ആത്മാക്കളും പ്രതീക്ഷിക്കുന്നു എൻ്റെ പൂർവജർ എന്നെ സഹായിക്കുമെന്ന്. ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തമാക്കുമെന്ന്. മുക്തി ജീവൻ മുക്തിയുടെ വഴി കാട്ടിക്കൊടുക്കുമെന്ന്. ഞാൻ ഈ സർവ ആത്മാക്കളുടെയും വിളി കേൾക്കുന്നു. ഞാൻ പൂർവജാത്മാ എൻ്റെ ദാതാപ്പൻ്റെ സമാനത്തിൽ സ്ഥിതി ചെയ്ത് ബാപ്പദാദയുടെ കൂടെ കമ്പൈൻഡായി കൽപ്പവൃക്ഷത്തിൻ്റെ വേരിലിരുന്ന് മുഴുവൻ കൽപ്പവൃക്ഷത്തിനും ശക്തികളുടെ സകാശ് നൽകിക്കൊണ്ടിരിക്കുന്നു. സർവശക്തികളുടെയും അസംഖ്യ കിരണങ്ങൾ ബാപ്പദാദയിൽ നിന്നും പുറപ്പെട്ട് എന്നിലൂടെ മുഴുവൻ കൽപ്പവൃക്ഷത്തിൻ്റെ ശാഖോപശാഖകളിലേക്കും സർവ ആത്മാക്കളിലേക്കും പ്രകൃതിയുടെ 5 തത്വങ്ങളിലേക്കും കടന്നു പോകുന്നു. ഞാൻ സർവശക്തികളുടെയും കൂടെ സുഖ ശാന്തി പവിത്രതയുടെ തരംഗങ്ങൾ മുഴുവൻ കൽപ്പവൃക്ഷത്തിനും നൽകുന്നു.
ലോകത്തിലെ സർവ ആത്മാക്കളെയും ഞാൻ പൂർവജനായി പാലന ചെയ്യുന്നു. ഇപ്പോൾ സർവ ആത്മാക്കളും ശാന്തമാകുന്നു. സർവ ദുഃഖങ്ങളും ദൂരെയാകുന്നു. സർവരുടെയും ജീവിതം നിർവിഘ്നമാകുന്നു. സദോ പ്രധാന അവസ്ഥ പ്രാപ്തി ചെയ്യുകയാണ്. പ്രകൃതിയും തൻ്റെ സദോ ഗുണി സ്വരൂപത്തിലേക്ക് വരുന്നു. ഞാൻ പൂർവജ ആത്മാവാണ്, പൂജ്യനുമാണ്. വിശ്വത്തിലെ ഓരോ ആത്മാവിനെയും പരിപാലിക്കുന്നു. ആശീർവാദങ്ങൾ നേടുന്നു, ആശീർവാദങ്ങൾ നൽകുന്നു. ഞാൻ ഈ കൽപ്പവൃക്ഷത്തിലെ വേരിലുമുണ്ട്, തായ്തടിയിലുമുണ്ട്. ഇതിൽ നിന്നും മുഴുവൻ വൃക്ഷത്തിലെ ശാഖോപശാഖകളിലേക്കും ഇലകളിലേക്കും സംബന്ധമുണ്ട്. ഞാൻ ശ്രേഷ്ഠാത്മാവാണ്. ആധാരമൂർത്തിയായ പൂർവജനുമാണ്. പൂർവജരായതിനാൽ പൂജ്യരുമാണ്. ഓരോ ആത്മാക്കൾക്കും പൂജ്യരിലൂടെ സകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സർവരെയും പരിപാലിക്കുന്നത് പൂർവജനായ എൻ്റെ കർത്തവ്യമാണ്. ബാബയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ശക്തികളാൽ ഞാൻ സർവ ആത്മാക്കളെയും പാലിക്കുന്നു. ഞാൻ കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രത്തെ മുന്നിൽ കാണുന്നു. എൻ്റെ സ്ഥാനം വേരിലുമുണ്ട്, തായ്തടിയിലുമുണ്ട്. പരമധാമത്തിലും എൻ്റെ സ്ഥാനം ബാബയ്ക്ക് സമീപത്താണ്. ഏതൊരാത്മാവിനെ കാണുകയാണെങ്കിലും ഞാൻ പൂർവികനാണെന്ന ലഹരിയോടെ, സ്മൃതിയോടെ, വൃത്തിയോടെ, ദൃഷ്ടിയോടെ മിലനം ചെയ്യുകയാണെങ്കിൽ അവർക്കും തൻ്റേതാണെന്ന അനുഭൂതി ഉണ്ടാകും. വിധിപൂർവമായ പൂജ ലഭിക്കുന്നു. ബാബ അവിനാശിയാണ്, ഞാൻ ആത്മാവും അവിനാശിയാണ്. പ്രാപ്തികളും അവിനാശിയാണ്. അവിനാശി ജ്ഞാനവും ലഭിച്ചിരിക്കുന്നു. ധാരണയും അവിനാശിയാകുന്നു. മനസ വാച കർമ്മണ 3 സേവനവും ഒരുമിച്ച് നടക്കുമ്പോൾ സഫലതയുണ്ടാകുന്നു. ഞാൻ സദാ നിർവിഘ്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വിശ്വത്തിലെ ആത്മാക്കളെയും സർവ സമസ്യകളിൽ നിന്നും നിർവിഘ്നമാക്കാൻ സാധിക്കുന്നു. അതിനായി ഓരോ ആത്മാവിനെയും ആത്മദൃഷ്ടിയിൽ കാണുന്നു. യഥാർത്ഥ സംസ്കാരത്തിൻ്റെ സ്വരൂപത്തിൽ കാണുന്നു. ശുഭകാമന, ശുഭഭാവന, പരിവർത്തനത്തിൻ്റെ ശ്രേഷ്ഠ ഭാവന വെക്കുന്നതിലൂടെ അവരുടെ സംസ്കാരത്തെ കുറച്ചു സമയത്തേക്കെങ്കിലും പരിവർത്തനപ്പെടുത്താൻ സാധിക്കുന്നു.
ഞാൻ ആത്മീയ ഭാവത്തെ പ്രത്യക്ഷമാക്കുന്നു. ആത്മീയ സമാനത്തിലിരിക്കുന്നു. കൽപ്പം മുമ്പത്തെ ദേവാത്മാക്കളും ബ്രാഹ്മണ ആത്മാക്കളും ഈ സമയത്ത് ഒത്തുകൂടിയിരിക്കുന്നു. എൻ്റെ ശ്രേഷ്ഠ കർത്തവ്യമാണ് ആശീർവാദങ്ങൾ എടുക്കുക, ആശീർവാദങ്ങൾ കൊടുക്കുക. ഏറ്റവും സഹജമായ പുരുഷാർത്ഥമാണ് മുഴുവൻ ദിവസവും ദൃഷ്ടി, വൃത്തി, വാക്ക്, ഭാവന ഇവയിലൂടെ ആശീർവാദങ്ങൾ എടുക്കൂ, കൊടുക്കൂ. ഞാൻ മഹാദാനിയാണ്, വരദാനിയാണ്. ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ പോലും ആശീർവാദങ്ങൾ നൽകുന്നു. എന്ത് സംഭവിച്ചാലും ബ്രഹ്മബാബയ്ക്ക് സമാനം ആശീർവാദങ്ങൾ നൽകണം. ഉൾക്കൊള്ളാനുള്ള ശക്തി സ്വരൂപമാകുന്നു. ഞാൻ വിശ്വപരിവർത്തകാത്മാവ്. സ്വപരിവർത്തനത്തിലൂടെ സർവരെയും പരിവർത്തനപ്പെടുത്തുന്ന തിളങ്ങുന്ന ആധാരമൂർത്തി, ഉദ്ധാരമൂർത്തിയുമാവുന്നു. പരചിന്തനം, പരദർശനം, പരമതം ഇവ സ്വയത്തിൽ സങ്കല്പത്തിൽ പോലും ഉണ്ടാകില്ല. ആരെന്ത് നൽകിയാലും ആശീർവാദങ്ങൾ നൽകാനുള്ള എക്സ്ട്രാ ധൈര്യത്തിൻ്റെ, ഉണർവിൻ്റെയും സഹായം നൽകുന്നു. ഞാൻ അഡ്വാൻസ് സ്ഥിതിയുടെ സെറിമണിയുടെ തീയതി നിശ്ചയിക്കുന്നു. ബാബ ഡ്രിൽ ചെയ്യിപ്പിക്കുന്നു. ഞാൻ 1 സെക്കൻഡിൽ എൻ്റെ പൂർവജൻ്റെ സ്ഥിതിയിൽ വരുന്നു. പരമധാമ നിവാസിയാകുന്ന ബാബയോടൊപ്പം ലൈറ്റ് ഹൗസായി വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും പ്രകാശം നൽകുന്നു, ശക്തി നൽകുന്നു. ബാബയുടെ വരദാനമാണ് വിജയത്തിൻ്റെ തിലകധാരിയായി ഭവിക്കൂ. ഞാൻ നിശ്ചയത്തിൻ്റെ അഖണ്ഡരേഖയിലൂടെ നമ്പർ 1 ഭാഗ്യമുണ്ടാക്കുന്നു. ജന്മനാ തന്നെ സേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയായിരിക്കുന്നു. സദാ ജ്ഞാനരത്നങ്ങളാൽ കളിക്കുന്ന, സദാ ഓർമ്മയുടെ സന്തോഷത്തിൻ്റെ ഉണർവിൽ ആടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്പർ 1 ഭാഗ്യരേഖ. ബുദ്ധിയാകുന്ന കമ്പ്യൂട്ടറിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നാൽ പ്രസന്നചിത്തരായിരിക്കുക എന്നാണ്. ഓം ശാന്തി.